അങ്ങ് പശ്ചിമ ബംഗാളിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി. തൃണമൂൽ കോൺഗ്രസിൽ തൃണമായി മാറുമോ മമതാ ബാനർജി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 80 പേർ ജയിച്ചു, 59 പേരും ഋതുപ്രതാ ബാനർജിക്കൊപ്പം അങ്ങ് പോയി. ബാക്കി അവശേഷിക്കുന്നത് ഇപ്പോൾ 10 പേരെ തങ്ങൾക്കൊപ്പം ഉള്ളൂ എന്നാണ് മമതാ ക്യാമ്പിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിന്നൽ വേഗത്തിലാണ് എല്ലാ തട്ടിലുമുള്ള സംഘടനകളെ പിരിച്ചുവിട്ടിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജി. പിളർപ്പിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയാണ്. പാർലമെന്റിലും വിമത നീക്കം സജീവമാവുന്നു എന്നാണ് സൂചന. 41 എംപിമാരിൽ 10 പേരിൽ താഴെ മാത്രമാണ് മമതയ്ക്കൊപ്പമുള്ളതെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ മമതാ ബാനർജി തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ 3 പതിറ്റാണ്ടുള്ള പോരാട്ടത്തിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ്, ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന അവസ്ഥയിലാണ്. 13 രാജ്യസഭാ എംപിമാരും 28 ലോക്സഭാ എംപിമാരുമാണ് TMCക്കുള്ളത്. അതിനിടെ വിമത MLA ഋതുപ്രതാ ബാനർജിയെ പ്രതിപക്ഷ നേതാവാക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ മമത ഒരുങ്ങുന്നു എന്ന വിവരം കൂടി വരുന്നു. സ്പീക്കറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ആലോചന. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, ഗുഡ് മോർണിംഗ്. പി ആർ സുനിൽ, ബംഗാളിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. ഒരുപക്ഷെ മമതാ ബാനർജി അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ദുർബലമായ ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നതെന്ന് പറയാം. ഋതുപ്രതാ ബാനർജി മൊത്തം പൊളിച്ചടുക്കിക്കൊണ്ടുപോയി. 59 പേരും ഋതുപ്രതയ്ക്കൊപ്പമാണുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 3-2 വന്നു. കൂറുമാറ്റ നിരോധന നിയമം അവിടെ നിലവിൽ വരികയും സാധ്യമല്ല. എന്താണ് പശ്ചിമ ബംഗാളിൽ സംഭവിക്കുന്നത്? എന്താണ് മമതാ ബാനർജിയുടെയും മമതയുടെ തൃണമൂലിന്റെയും അവസ്ഥ? അരുൺ, ഗുഡ് മോർണിംഗ്. 1998 കോൺഗ്രസ് വിട്ട് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. കഴിഞ്ഞ 28 വർഷക്കാലം അതൊരു പോരാട്ടമായിരുന്നു. തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും വലിയൊരു പോരാട്ടമായിരുന്നു. ആദ്യം കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെയാണെങ്കിൽ പിന്നീട് അത് BJPക്കെതിരെയുള്ള വലിയ പോരാട്ടമായിരുന്നു. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്നത് മമതാ ബാനർജിയുടെ കയ്യിൽ ആ വീടിന്റെ താക്കോലുണ്ട്, പക്ഷേ ആ വീട് മമതാ ബാനർജിയുടെ കൈവശമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 80 പേരാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വിജയിച്ചത്. ആ 80 പേരിൽ 59 പേരും കൂറുമാറിയിരിക്കുകയാണ് ഋതുപ്രതാ ബാനർജിയുടെ നേതൃത്വത്തിൽ. ഋതുപ്രതാ ബാനർജി നേരത്തെ CPM നേതാവായിരുന്നു, CPMന്റെ രാജ്യസഭാ അംഗമായിരുന്നു, പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ എത്തിയതാണ്. ഇപ്പോൾ ഋതുപ്രതാ ബാനർജിയുടെ നേതൃത്വത്തിൽ മമതാ ബാനർജി മുന്നോട്ട് വെച്ച അഭിഷേക് ബാനർജിയുടെ നേതൃത്വം അംഗീകരിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് MLAമാർ കൂറുമാറുകയാണ് ചെയ്തത്. അപ്പോൾ ഋതുപ്രതാ ബാനർജി അങ്ങനെ വിമത വിഭാഗത്തിൽ നിന്ന് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ നേതാവാകുകയും ചെയ്തു. ഏതായാലും അതിനെ നിയമപരമായി നേരിടാൻ മമതാ ബാനർജി ആലോചിക്കുമ്പോഴും നീക്കം നടത്താനായി ഇപ്പോൾ അതിൻ്റെ നടപടികൾ ആരംഭിക്കുമ്പോഴും പാർട്ടിയും ചിഹ്നവും ഒക്കെ തന്നെ മമതാ ബാനർജിക്ക് കൈവിട്ടു പോകുന്ന വലിയ രാഷ്ട്രീയ സാഹചര്യമാണ്, വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് മമതാ ബാനർജി നേരിടാൻ പോകുന്നത്. നമ്മൾ നേരത്തെ മഹാരാഷ്ട്രയിൽ കണ്ടിട്ടുണ്ട്. ശിവസേന അതുപോലെ തന്നെ NCP ഒക്കെ തന്നെ ശരത് പവാറിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെയുടെ കയ്യിൽ നിന്നും എങ്ങനെയാണോ നഷ്ടപ്പെട്ടു പോയത് അതിന് സമാനമായ രീതിയിൽ ഈ മമതാ ബാനർജി രൂപീകരിച്ച തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിക്ക് നഷ്ടമാകും എന്നുള്ള വ്യക്തമായ സൂചനകൾ പശ്ചിമ ബംഗാളിൽ നിന്ന് വരികയാണ്. 3-2 അംഗങ്ങൾ കൂറുമാറിയാൽ അതൊരു കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ നമുക്കറിയാം ശിവസേനയ്ക്ക് 51 MLAമാരുണ്ടായിരുന്നിടത്ത് അതിലേതാണ്ട് 40-ലധികം പേർ കൂറുമാറി. അതുപോലെ തന്നെയാണ് NCPയിലും 53 MLAമാർ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നിടത്ത് അവിടെ 41 പേർ കൂറുമാറി. അവിടെയൊക്കെ തന്നെ പാർട്ടിയും ചിഹ്നവുമൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നഷ്ടമായി. അതിന് സമാനമായ രീതിയിൽ ഇവിടെ 80 MLAമാരിൽ ഏതാണ്ട് 59 MLAമാരും മറുപക്ഷത്തേക്ക് മാറുമ്പോൾ, ഋതുപ്രതാ ബാനർജിയുടെ നേതൃത്വത്തിൽ മാറുമ്പോൾ അവിടെ മമതാ ബാനർജിക്ക് സ്വന്തം പാർട്ടിയും ചിഹ്നവും കൊടിയും ഒക്കെ തന്നെ നഷ്ടപ്പെടാൻ പോകുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ്. ഇത് BJPയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് മമതാ ബാനർജി ആരോപിക്കുമ്പോഴും ആ പാർട്ടിയിൽ അഭിഷേക് ബാനർജിക്കെതിരെയുള്ള വലിയ വികാരം ശക്തമാണ്. ആ വികാരമാണ് ഇങ്ങനെ ഒരു പിളർപ്പിലേക്ക് നയിച്ചത് എന്നതാണ് ഏതായാലും ഋതുപ്രതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയത്തിൽ ഇതുവരെ മമതാ ബാനർജി പ്രതികരിച്ചിട്ടില്ല, മൗനം തുടരുകയാണ്. നിയമ നടപടികൾ ഉണ്ടാകും എന്ന് പറയുമ്പോഴും ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒന്നും തന്നെ മമതാ ബാനർജിയോ തൃണമൂൽ കോൺഗ്രസോ ഔദ്യോഗിക തൃണമൂൽ കോൺഗ്രസോ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഇതോടൊപ്പമാണ് അരുൺ തുടക്കത്തിൽ പറഞ്ഞ ദേശീയ തലത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. നിലവിൽ ലോക്സഭയിലും രാജ്യസഭയിലുമായി തൃണമൂൽ കോൺഗ്രസിന് 41 അംഗങ്ങളുടെ പിൻബലമുണ്ട്. അതിൽ വെറും 10 പേർ മാത്രമാണ് ഇപ്പോൾ മമതാ ബാനർജിക്കൊപ്പമുള്ളത്. അപ്പോൾ ദേശീയ തലത്തിലായാലും
സംസ്ഥാന തലത്തിലായാലും മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. തൃണമൂൽ കോൺഗ്രസുമായി മറ്റുള്ളവർ ഇപ്പോൾ പുതിയ രാഷ്ട്രീയ നീക്കവുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് പശ്ചിമ ബംഗാളിൽ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഓക്കെ, താങ്ക് യു. സുനിലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. പ്രേക്ഷകർക്ക് അറിയാമല്ലോ, മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ജീവിതം ഐതിഹാസികമായ പോരാട്ടമാണ്. 15 വയസ്സിലാണ് അവരുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് വിഭാഗത്തിലെ ശക്തമായ നേതാവായിരുന്നു. യൂത്ത് കോൺഗ്രസിലൂടെയാണ് അവർ ബംഗാളിൽ അവരുടെ രാഷ്ട്രീയ ജീവിതം പടുത്തുയർത്തുന്നത്. 97 പാർട്ടിയുമായിട്ട് തെറ്റുന്നത്. 98 തൃണമൂൽ കോൺഗ്രസ് ഒക്കെ സ്ഥാപിച്ച് സജീവമാവുന്നു. പിന്നീട് അങ്ങോട്ട് ഏകദേശം ഒരു 12-13 വർഷക്കാലം അവർ നടത്തിയ പോരാട്ടം സമാനതകളില്ലാത്തതായിരുന്നു. മാർക്സിസ്റ്റ് ഭരണത്തെ 34 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് 2011 അവർ മുഖ്യമന്ത്രിയാവുന്നു. 15 വർഷക്കാലം മമതാ ബാനർജി പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി തുടർന്നു. അവിടെ തിരിച്ചു മറുവാക്ക് പറയാനില്ലാത്ത നേതാവെന്ന സ്ഥലത്തേക്ക് വളർന്നു. ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇന്ത്യ മുന്നണിക്ക് പരിഗണിക്കാവുന്ന നേതാവ് എന്ന മട്ടിൽ ആളുകളൊക്കെ അടക്കം പറഞ്ഞു. അവിടെ നിന്നാണ് ചൂന്ന് പറഞ്ഞ് താഴേക്ക് പോയിരിക്കുന്നത്. 80 തൃണമൂൽ കോൺഗ്രസിലെ MLA-മാരിൽ 59 പേരും ഋതുമൃത ബാനർജിക്കൊപ്പം പോയി. ആരാണ് ഈ ഋതുമൃത ബാനർജി എന്ന് പ്രേക്ഷകർ ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നത് CPM-ൽ നിന്ന് 2017 ഋതുമൃത ബാനർജിയെ പുറത്താക്കുന്നത്. എന്താ കാരണം എന്നറിയാമോ? കയ്യിൽ കെട്ടിയിരുന്നത് വാച്ച് ആപ്പിളിൻ്റെ വാച്ചായിരുന്നു. ആപ്പിളിൻ്റെ സ്മാർട്ട് വാച്ച്. പോക്കറ്റിലുണ്ടായിരുന്നത് ഒരു മോൺ ബ്ലാക്കിൻ്റെ പേനയായിരുന്നു. ഇത് രണ്ടിനെയും കുറിച്ച് പാർട്ടിക്കാർ ചോദിച്ചു, എവിടെ സഖാവെ ഇതിനൊക്കെയുള്ള വരുമാനം എന്ന് ചോദിച്ചു. രാജ്യസഭാംഗമായിരുന്നു CPM-ൽ മറ്റു പാർട്ടികളെ പോലെയല്ല, കണക്കുകൾ കാണിക്കണം പാർട്ടിയിൽ. പക്ഷേ ഈ മോൺ ബ്ലാക്ക് പേനയുടെ കാര്യം പറഞ്ഞു, അത് നജ്മ ഹെപ്തുള്ള എനിക്ക് തന്നതാണെന്ന് ഋതുമൃത ബാനർജി പറഞ്ഞു. കയ്യിൽ കെട്ടിയിരുന്ന ആപ്പിൾ റിസ്റ്റ് വാച്ച്, എല്ലാം ഐഫോണിൻ്റെ മെറ്റീരിയൽ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ പാർട്ടിക്ക് നിഷ്കർഷിക്കുന്നതിനും അപ്പുറത്തേക്ക്, വരുമാനത്തിനും അപ്പുറത്തേക്കുള്ള ആഡംബര ജീവിതം നയിച്ചത് എങ്ങനെയാണെന്നൊരു സംശയമുണ്ടായി. തുടർന്ന് അദ്ദേഹം ABP ചാനലിന് അഭിമുഖം കൊടുക്കുകയും പാർട്ടി വിരുദ്ധ പ്രസ്താവന നടത്തി. അങ്ങനെ പുറത്താവുകയാണ് ഋതുമൃത ബാനർജി. ആ ഋതുമൃത ബാനർജി ഇപ്പോൾ 46 വയസ്സേ ഉള്ളൂ. ആ ഋതുമൃത ബാനർജിയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ അന്ത്യം കണ്ടിരിക്കുന്നത്. 59 MLA-മാരുമായിട്ട് ഋതുമൃത ബാനർജി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മമതാ ബാനർജിയോ തൃണമൂൽ കോൺഗ്രസിലെ തൃണമായി മാറുമോ എന്നുള്ളതാണ് ചോദ്യം. അറിയില്ല. ഏത് വീഴ്ചയിൽ നിന്നും തിരിച്ചു വരാൻ ശേഷിയുള്ള അപാരമായ മിടുക്ക് മമതാ ബാനർജിക്കുണ്ട്. പക്ഷേ വയസ്സാണ് പ്രശ്നം. 71 വയസ്സാണ്. മരുമോന് വേണ്ടിയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അഭിഷേക് ബാനർജി.